ഈ വർഷത്തെ ഏറ്റവും വേദനാജനകമായ വാർത്ത. ഞാൻ ആ വാർത്ത വായിക്കുന്നില്ല, നിങ്ങൾ തന്നെ വായിച്ചോളൂ. ഏറ്റവും വേദനാജനകമായ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ ഹരിയാനയിൽ പരസ്യമായി ആക്രമിക്കുകയും വിശുദ്ധ പുസ്തകങ്ങളെ അടക്കം അഗ്നിക്കിരയാക്കുകയും ചെയ്യുക, അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക എന്നുള്ള ഏറ്റവും മഹാപാപവും മഹാകുറ്റവുമാണ് അവർ ചെയ്തിരിക്കുന്നത്. അവരെ നിയമം പിടിക്കട്ടെ, അറസ്റ്റ് ചെയ്യട്ടെ, അവരോട് കർത്താവ് യേശു ക്രിസ്തു ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് ആ വാർത്ത എനിക്ക് അങ്ങനെ തമ്പനയിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് കൊടുത്ത ഗുഡ്നസ് ന്യൂസ് അതിൽ നിന്ന് അതേപോലെ അവരുടെ തമ്പനയിലും അവരുടെ സ്ക്രീൻഷോട്ടും എടുത്താണ് കൊടുത്തിരിക്കുന്നത്. കാര്യം നമ്മൾ വിശുദ്ധ ബൈബിൾ ആണെങ്കിലും പരിശുദ്ധ ഖുർആൻ ആണെങ്കിലും പവിത്രമായ ഭഗവത്ഗീത ആണെങ്കിലും ഒക്കെ നമ്മൾ അതിനോട് ചേർത്ത് മോശം വാക്കുകളോ നെഗറ്റീവ് വാക്കുകളോ ഉപയോഗിക്കാറ്. അപ്പം കത്തിച്ചു തുടങ്ങിയ വാക്കുകൾ പറയുമ്പോൾ എനിക്കൊരു മടി. അതുകൊണ്ടാണ് ഞാൻ ആ വാർത്ത നിങ്ങളെ കേൾപ്പിക്കാം. ഏറ്റവും വേദന തോന്നുന്ന, എന്താ പറയുക, വിഷമം തോന്നുന്ന ഒരു വാർത്തയാണ്. ഇന്ത്യയുടെ ഒരു ദുരവസ്ഥയാണ് നമ്മൾ അതിനെ കാണിക്കുന്നത്. നമുക്ക് ആ വാർത്ത എന്തായാലും ഗുഡ്നസ് ന്യൂസിൽ നിന്ന് ഒന്ന് കാണാം. ഹരിയാനയിലെ റോഹ്തക് ജില്ലയിൽ ബൈബിൾ കത്തിക്കാൻ ക്രിസ്ത്യാനികളെ നിർബന്ധിച്ച് ആര്യ സമാജ് അംഗങ്ങൾ. ഇവർ ബൈബിൾ കത്തിക്കാൻ നിർബന്ധിക്കുന്നതിന്റെയും തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പാണ്. ഹിന്ദുത്വ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വ്യാപക വിമർശനങ്ങളാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. മതപരിവർത്തന പ്രവർത്തനങ്ങൾ ആരോപിച്ചാണ് സംഭവം. വീഡിയോ ദൃശ്യങ്ങളും പ്രാദേശിക റിപ്പോർട്ടുകളും അനുസരിച്ച് ആര്യ സമാജ് അംഗങ്ങൾ ക്രിസ്ത്യൻ കുടുംബങ്ങളെ ആക്രമിക്കുകയും മതപരിവർത്തന ശ്രമങ്ങൾ ആരോപിച്ച് ബൈബിൾ പരസ്യമായി കത്തിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. റോഹ്തക് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ഗ്രാമത്തിലാണ് സംഭവം നടന്നത്. വീഡിയോയിൽ ജനക്കൂട്ടം ക്രിസ്ത്യൻ നിവാസികളെ വളയുകയും ക്രിസ്ത്യാനികളെ രാജദ്രോഹികളെന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ബലപ്രയോഗത്തിലൂടെ ബൈബിൾ കത്തിക്കാൻ പറയുമ്പോൾ സങ്കടത്തോടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ തീയിലിടുന്നതും മറ്റു ചിലർ ഇത് ചിത്രീകരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സംഭവത്തിന് ശേഷം മനുഷ്യാവകാശ സംഘടനകളും മതസംഘടനകളും വലിയ വിമർശനവുമായി രംഗത്തെത്തി. സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. ये जो आसमानी किताब अगर अपने गांव में बिकती पाएगी, जब आप कुरान हो चाहे बाइबल हो भाई, बख्शिया नहीं जाएगा. ये सब छोड़ूंगा गिरिया मानस ने काम में आगे समझ नहीं पाओगा भाई. जो ये समाजिया काम में दिल दुखा भाई नहीं है कभी का आता है ये भाई बड़े सारा भाई पूछ लो അവിടെ ക്രിസ്ത്യൻ മുസ്ലിം വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ അവരെ കൊണ്ട് ആക്രമിക്കുകയും ഒരുപാട് അതിന്റെ കോണ്ടെക്സ്റ്റ് ഉണ്ട്. പരിശുദ്ധ ബൈബിൾ, അതോടൊപ്പം ഈ ബാക്കിയുള്ള ഗ്രന്ഥങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് പരിശുദ്ധ ബൈബിളും വിശുദ്ധ ഖുറാനും ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഗുഡ്നസ് TV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കി ഒന്ന് രണ്ട് മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളോടുള്ള വിദ്വേഷമാണ്. പ്രത്യേകിച്ച് അവിടെ ക്രിസ്ത്യൻ സമൂഹത്തെ കൂട്ടുനിർത്തി അവരെ ഭീഷണിപ്പെടുത്തിയാണ് ഇത് ചെയ്യിച്ചത്. ഇവരാണ് ഇസ്ലാമിക വിശുദ്ധ ഗ്രന്ഥം, അതായത് ഈ തീവ്ര ഹിന്ദുത്വവാദികളാണ് ഇസ്ലാമിക വിശുദ്ധ ഗ്രന്ഥം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വളരെ എന്താ പറയുക അപലപനീയമായ കാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ദുരവസ്ഥയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. വളരെ വിഷമകരമായ കാര്യമാണ്. അവിടുത്തെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ കൊണ്ട് തന്നെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പരിശുദ്ധ ബൈബിൾ അങ്ങനെ മോശകരമായ ചെയ്യിച്ചു എന്നുള്ളത് ഏറ്റവും വേദനാജനകമായ കാര്യമാണ്. അതായത് നമ്മുടെ നാട്ടിലെ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങളോടുള്ള ദേഷ്യം കൃത്യമായി എടുത്തു കാട്ടുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇത്. ഇവരോട് ദൈവം ക്ഷമിക്കട്ടെ, പക്ഷെ നിയമം ശക്തമായ നടപടി എടുക്കണം. ഇത് ടു പ്രൊവോക്കേറ്റീവ് ആണ്. നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയ അടക്കം വീഡിയോ അടക്കം ഉണ്ടെങ്കിലും പലപ്പോഴും ഇത് കൊടുക്കാത്തത് അത് ടു പ്രൊവോക്കേറ്റീവ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. അതായത് വളരെ പ്രകോപനപരമാണ് എന്നുള്ളതാണ് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ കൊടുക്കാത്തത്. പക്ഷെ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഈ ക്രിസ്തങ്കി ലൈനുള്ള ചില കുറച്ചാണെങ്കിലും 1% 2% ഉള്ളെങ്കിലും ചില ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട്, അവരും അറിഞ്ഞിരിക്കണം. അതായത് ഇതൊരു ക്യാൻസറാണ്. ഈ തീവ്ര ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു ക്യാൻസറാണ്. അത് മഹാത്മാഗാന്ധിയുടെ ഹിന്ദുമതമോ വിവേകാനന്ദന്റെ സനാതനധർമ്മമോ ഒന്നുമല്ല. അപ്പം അതൊരു ഗോഡ്സേ വാദമാണ്. എല്ലാ സമൂഹങ്ങളിലും തീവ്ര സ്വരക്കാരുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരുത്തൻ നമുക്കൊക്കെ അത് പറയാൻ നാവ് ബന്ധു, അതായത് പരിശുദ്ധ ഗീതയാണെങ്കിലും വിശുദ്ധ ബൈബിൾ ആണെങ്കിലും പരിശുദ്ധ ഖുറാൻ ആണെങ്കിലും അവ ഏതെങ്കിലും രീതിയിൽ അഗ്നിയുമായി ചേർത്ത് വെച്ച് തീയുമായി ചേർത്ത് വെച്ച് നമുക്ക് പറയാൻ പോലും പറ്റില്ല. കാര്യം നമ്മൾ ചെറിയ പ്രായം മുതൽ എല്ലാത്തിനെയും ബഹുമാനിച്ച് ആദരിച്ച് തുടങ്ങുന്നവരാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ മടിയില്ലാത്ത
ഒരുപാട് തീവ്രവാദികൾ, ഒരുപാട് തീവ്ര ഹിന്ദുത്വവാദികളുണ്ട്. ആര്യസമാജം ഒരു കാലത്ത് നമ്മുടെ വലിയ നവോത്ഥാന പ്രസ്ഥാനമായി തുടങ്ങിയതാണ്. പക്ഷെ ആര്യസമാജത്തിന്റെ പേരിൽ പലപ്പോഴും ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ചെയ്യുന്നതാണ്. അല്ലാതെ ഇവർക്ക് എന്താ പറയുന്നത്, നമ്മുടെ നവോത്ഥാനദായന്മാരുടെ ഏതെങ്കിലും ചിന്തയോ കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല. പക്ഷെ അതൊരു തീവ്ര ലൈൻ പിടിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രീമിസ്റ്റ് ലൈനിലേക്ക് അത് പോവുകയാണ്, അത് ഗോഡ്സേവാദത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ തീവ്ര ഹിന്ദുത്വവാദം ഈ രാജ്യത്തിന് അപകടമാണ് എന്ന് തിരിച്ചറിയണം. പരിശുദ്ധ ബൈബിളാണെങ്കിലും വിശുദ്ധ ഖുറാനാണെങ്കിലും പവിത്രമായ ഭഗവത്ഗീതയാണെങ്കിലും വേറെ ഏതെങ്കിലും, അല്ലെങ്കിൽ എന്താ ബുദ്ധിസ്റ്റുകളുടെ ധമ്മവതയാണെങ്കിലും തോറയാണെങ്കിലും ഏതാണെങ്കിലും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു സംസ്കാരമാണ് ആർഷഭാരത സംസ്കാരം. അതാണ് ഇന്ത്യയുടെ ചരിത്രവും ഐതിഹ്യവും. അപ്പോൾ വളരെ വേദനാജനകമായ, അപലപനീയമായ, ദേഷ്യം തോന്നുന്ന, വിഷമം തോന്നുന്ന ഒരു വാർത്തയാണ്. അത് നിങ്ങളുമായി പങ്കുവച്ചു എന്നേ ഉള്ളൂ.